നിങ്ങളിപ്പോ വിചാരിക്കും ഞങ്ങൾ ഇവിടെ ടൂർ വന്നതായിരിക്കും. അല്ല, ഈ സൂയിസൈഡ് പോയിന്റിൽ ഞങ്ങൾ രണ്ടും കൂടെ തീരുമാനം എടുത്ത് ഭാര്യയും ഭർത്താവും കൂടെ ചാടി ചാകാൻ വേണ്ടി കടം കയറിയിട്ടാണേ. അങ്ങനെ തീരുമാനം എടുത്ത് വന്ന സ്ഥിതിക്ക് ഇവളിങ്ങനെ ചാടി തുള്ളി ഡാൻസ് കളിച്ച് വരുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു നോക്കൂ. ആണോ ചേട്ടാ? നമ്മൾ രണ്ടുപേരും ചാവാൻ പോവല്ലേ? അപ്പൊ പിന്നെ മനസ്സിന് സന്തോഷം തരുന്ന എന്തെങ്കിലും ചെയ്തിട്ട് ചത്തൂടെ? അത് ശരിയാ. അപ്പൊ പിന്നെ എന്റെ സന്തോഷത്തിനായിട്ട് ചേട്ടൻ ഒരു പാട്ട് പാടിയേ. നിനക്കല്ലേ നന്നായിട്ട് പാടാൻ അറിയാം, നീ ഒരു പാട്ട് പാട്. അല്ല, ചേട്ടൻ പാട്. ഇവള് നന്നായിട്ട് പാടുവന്നേ. അല്ല, ഞാൻ നന്നായിട്ട് പാടും. പക്ഷെ ഞാൻ ഈ ചിത്ര ചേച്ചിയുടെ കൂടെ പാടുമ്പോഴേ എനിക്ക് തോന്നും ഞാനാണ് നന്നായിട്ട് ചിത്ര ചേച്ചിയൊക്കെ പാടുകയെന്ന്. പക്ഷെ ഈ പാട്ട് ഓഫ് ചെയ്യുമ്പോ എന്താന്ന് അറിയാൻ വയ്യ, എന്റെ അവിടെ ഇവിടെയൊക്കെ പോവും. അവിടെ ഇവിടെ മുത്തം. അല്ല, അത് ഇട്, ചേട്ടൻ പാട്. നിന്റെ പേരുള്ള പാട്ടങ്ങ് തുടങ്ങാം. ഗംഗേ. നിങ്ങൾ ചാടി ചാവാൻ വന്നാണോ അതോ പാടി ചാവാൻ വന്നാണോ? ആണല്ലോ. എന്നിട്ട് പിന്നെ നിലവിളിക്കണം എന്തിനാ? എന്തെങ്കിലും ഒരു സ്നേഹം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും നിനക്ക് സന്തോഷമുള്ള എന്ത് ചെയ്തോണെന്നാ നീ പറയുന്നത്? എന്ത് ചെയ്തെന്നേ? കെട്ടിച്ചു വിട്ടാ അത് കൊള്ളാം. അത് പറഞ്ഞപ്പോ ആ എലി പുന്നലി കണ്ടവർക്കുള്ള ചിരിയുണ്ട്. എന്തരാ ഇനി പോട്ടെ. ഇനി ഈ ജന്മത്ത് നിനക്ക് അങ്ങനെ കല്യാണത്തിന്റെ അവസരം വന്നു കഴിഞ്ഞാ നീ ആരെ കെട്ടും? നിങ്ങളെ ഒഴിച്ച് ഞാൻ ആരെയും കെട്ടും. ചെവിത്തോണ്ടി. ഞാൻ വെറുതെ. നീ ഒരു പുരുഷന്റെ പേര് പറ. പെട്ടെന്ന് പറ. പെട്ടെന്ന് ഒരു പുരുഷന്റെ പേര്. ഷാരൂഖ് ഖാൻ. അപ്പൊ ഞാൻ പുരുഷനല്ലേ? ഒരു പുരുഷന്റെ പേര് പറയാനാ പറഞ്ഞത്. ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു പുരുഷന്റെ പേര്. അല്ല, നല്ല ബുദ്ധിയുള്ള പുരുഷന്റെ പേരാണ് പറയാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സുഖേട്ടന്റെ പേരല്ലേ പറയുള്ളൂ. നീ ചാകേണ്ടവളല്ല, കൊല്ലപ്പെടേണ്ടവളാണ്. അല്ലെങ്കിലും നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. ഇതൊക്കെ ഇവിടെ പറയേണ്ട കാര്യം, ഇപ്പൊ സ്നേഹത്തിന് ഇപ്പൊ പറയേണ്ട കാര്യം ഇല്ല. നിങ്ങൾ അത് കണ്ടോ? ഏത്? കണ്ടോ? അവിടെ പോലും ടൈമിംഗ് ഇല്ല. നോക്ക്, അങ്ങോട്ട് നോക്ക്. അങ്ങോട്ട് കണ്ടോ? രണ്ട് മൈനകൾ ഇരിക്കുന്നുണ്ടോ? ഇരിക്കുന്നുണ്ടോ? ആ ആൺമൈന ആ പെൺമൈനോട് എന്തൊരു സ്നേഹത്തിലാ സംസാരിക്കണേന്നറിയാം. ജോലി ഉണ്ടായിട്ട് ഇവിടെ അത് കൊഞ്ചുന്നു, കുറുകുന്നു, കുഴയുന്നു, കുത്തിക്കൊടുക്കുന്നു, ആഹാരം വായിൽ വെച്ചു കൊടുക്കുന്നു. അതൊക്കെയാണ് സ്നേഹം. കണ്ടുപടി പോങ്ങ. ഞാനിത് നേരത്തെ കണ്ടടി. ഞാൻ വന്നപ്പോ ഉണ്ടല്ലോ, ആദ്യം വന്നപ്പോ അവിടെ ആ ആൺമേന ഇരിക്കുക. അപ്പൊ അതിന്റെ അടുത്ത് ഈ പെൺമേനയല്ല, വേറൊരു പെൺമേനയാണ് ഇരിക്കുന്നത്. അപ്പോഴും അവൻ കൊഞ്ചുന്നു, കുറുകുന്നു, കൊത്തി വെച്ച് കൊടുക്കുന്നു. ഇതൊക്കെ എങ്കിലും സാധിക്കുന്നടാ ഉവ്വേ. ഇത് ഞാൻ കണ്ട് പഠിക്കും. എന്നാലും ചേട്ടാ, എനിക്കെന്തോ മനസ്സിൽ ഭയങ്കര ഒരു വിങ്ങല്. നമ്മളെന്തായാലും ചാവുമല്ലോ. നമുക്ക് എങ്ങനെയാ ചേട്ടാ ഇത്രയും കടം വന്നേ? അത് പറഞ്ഞു ഞാൻ കടം വരുത്തിയെന്ന് പറയാനല്ലേ നീ? ഞാനാണോ കടം വരുത്തി വെച്ചേ? അപ്പൊ ഞാൻ മാത്രമാണോ കടം വരുത്തി വെച്ചത്? ഞാനാണോ കടം വരുത്തി വെച്ചത്? മാസത്തിലായാലും ഒരു 5-6 തവണ ബ്യൂട്ടി പാർലറിൽ പോവും. അതാണോ കടം? എന്റെ മാല കൊണ്ടുപോയി വിറ്റ്, എന്റെ വള കൊണ്ടുപോയി വിറ്റ്, എന്റെ മോതിരം കൊണ്ടുപോയി വിറ്റ് തിന്ന്. ഇനി എന്റെ അരഞ്ഞാണം മാത്രം അത് കറുത്ത ചരടായതുകൊണ്ട് അവിടെ കിടക്കുന്നു. അല്ലെങ്കിൽ അതും കൊണ്ടുപോയി വിറ്റ് തിന്നേനെ. നിന്റെ കൊണ്ടുപോയി മാത്രമേ ഉള്ളൂ കണക്ക്. ഞാൻ അങ്ങോട്ട് തന്നതിന് കണക്കൊന്നുമില്ല. നിങ്ങൾ എന്തോ തന്നു എനിക്ക്? ഞാൻ തന്നതിന് ഒരു കണക്ക്. എന്താ തന്നെ അത് പറ. ആണുങ്ങൾ കൊടുക്കുന്ന ഒരു കണക്കില്ല, അതാണ് അതിന്റെ. അല്ല, ആ കണക്ക് എന്താന്ന് പറ. എടി, ഒന്നുമില്ലെങ്കിലും 2-3 വർഷമല്ല നമ്മള് താമസിക്കാൻ തുടങ്ങി. ഒരു 1500 ഉമ്മയെങ്കിലും നിനക്ക് തന്നില്ല. അതിന് ഞാൻ ചാവുന്നതിന് മുമ്പ് എന്റെ വളയും മാലയും കമ്മലൊക്കെ എടുത്തതാ. ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് ചാടി ചാവാൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, നമ്മ അടുത്തൊരു ചെറിയ കൊക്കയുണ്ട്, അവിടെ 50 രൂപ ആട്ടോ കൊടുത്ത് അങ്ങോട്ട് പോകാൻ. ഇവിടെ വരെ 600 രൂപ യൂബറിന് കൊടുത്ത് 550 രൂപ ലാഭം കിട്ടിപ്പോയി. ഈ പേങ്ങത്തി എന്നോട് പറയാ, ഇവിടെ വന്നേ ചാടി എന്നല്ലേ ഒരു വിഷ്വൽ കിട്ടത്തോളൂ. അങ്ങനെ വന്നതാണ്. എന്റെ 600 രൂപ ഇട്. അയ്യത് എന്തോ ഒരു ചോദ്യം. എങ്ങനെ 600 രൂപ? ഇങ്ങനെയാണോ ഒരു മനുഷ്യനോട് കാശ് ചോദിക്കുന്നത്? ഇവിടെ നില്ലേ, ഇവിടെ നിക്ക്, ഇവിടെ പോയി. ഇനി ചോദിക്കേ, ഇനി ചോദിക്കേ. ഓ, ഞണ്ട് കടലില് മാന്തുന്ന പോലെ ഇങ്ങനെയാണോ ചോദിക്കണ്ടേ? മര്യാദക്ക് ചോദിക്കേ. എങ്ങനെ? എടി, മര്യാദക്ക് എന്റെ പൈസ താടി. കണ്ടോ പൈസ വരുന്ന വരവ് കണ്ടോ? പൈസ വരുന്ന കണ്ടോ? ഇങ്ങനെ ചോദിക്കണം. അങ്ങനെ ചോദിച്ചാ അനുവാദത്തോടു കൂടി 2 കീച്ചാൻ പറ്റുന്ന ആകെയുള്ളൊരു സമയാ. മര്യാദക്ക് എന്റെ പൈസ താടി. അടിച്ചില്ല.
അടിക്കണ്ട, ഞാൻ തന്നല്ലോ, ഇനി അടിക്കണ്ട. എന്റെ കളിയാടി ഇത് പോടുന്നു. വിശക്കണു. എനിക്കുണ്ടത്. എന്ത്? ആക്കണു വിശക്കണു. അതല്ലെന്ന്, നമ്മള് നേരത്തെ ആത്മഹത്യ ചെയ്യാൻ വന്നല്ലേ, അപ്പൊ ഇത്ര നേരത്തെ വിശക്കും എനിക്ക് അറിയില്ലായിരുന്നു. എന്തെങ്കിലും കഴിച്ചിട്ട് എനിക്ക് വിശന്നിട്ട് വയ്യ. കാതിർക്കട കടയിലെ കുഴിമന്തിയില്ലേ, അത് കഴിച്ചിട്ട് ആത്മഹത്യ ചെയ്താലോ? ശരി, അങ്ങോട്ട് പോയിട്ട് വരുമ്പോഴത്തേക്ക് അത് എന്ത് ദൂരം പോയിട്ട് വരുമ്പോഴത്തേക്ക് ടെൻഡൻസി ആത്മഹത്യയുള്ള ടെൻഡൻസി പോവില്ല. അതെന്റെ അത് പോവില്ല, എനിക്ക് ഭക്ഷണം കഴിച്ചാലാ കൂടുതൽ തോന്നുക. ഞാൻ പോയി വാങ്ങിച്ചിട്ട് എത്രയല്ലോ ഒരു പെട്ടി അടി നോക്കി നോക്കി എന്താന്നുള്ളത്. ചിലപ്പോ അയ്യോ, നമ്മുടെ കടം തീർക്കാൻ വേണ്ടി വല്ലോ ആണോ? കുപ്പിയടി, കാലിക്കുപ്പി ഒന്നുമില്ലേ? അയ്യ, അതിനൊന്നുമില്ല. മനസ്സിലായില്ലേ? എന്നെ മനസ്സിലായില്ല? കിൻഡർ ജോയിലെ കളിപ്പാട്ടല്ലേ? ഞാൻ ഇത്രയും ബിൽഡപ്പ് എടുത്ത് മ്യൂസിക് ഇട്ട് വെടിയും പുകയും ഇടിയും കാറ്റ് ബേമാനും ഇട്ടപ്പോ കിൻഡർ ജോയിലെ കളിപ്പാട്ടല്ലേന്ന്? ഈ കുപ്പിക്കകത്ത് കയറി വരൂലേ, അതെന്താണത്? ചാരായം. അതല്ല, കുപ്പി തുറക്കുമ്പോ പുക വരൂലേ, അതെന്താണത്? സോഡ. പൂതാണോ? പൂതെന്ന് പറയുമ്പോ ഈ നീല കളറും പിന്നെ അങ്ങനെ മുട്ടയൊക്കെ അടിച്ച് അതല്ലേ? മാനായും മനുഷ്യനായും പുഴുവായും വരുന്നേ. പുഴുവായിട്ട് വരുമോ? പുഴു അടിക്കാവോ? നീ പഠിച്ചോണ്ടിരിക്കണം. പുഴു അടിക്കാവോ? ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിക്കകത്ത് ആന്റിനെ പോകുമ്പോ വിഷ്വൽ ഇന്ന് കാണിക്കുന്നുണ്ട്. അതാണ്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കഴിവ് കാണിക്കാമോ? കാണിക്കാം. കഴിവുണ്ട്. എന്ത്? ആലംബന. ഏകദേശം അല്ല, ഈ ഡ്രസ്സിനകത്താണ് നമുക്ക് പിടിക്കാൻ പറ്റാതെ പോകുന്നത്. ഞാനൊരു 10-15 വർഷം കുപ്പിക്കകത്തായിരുന്നു. അപ്പൊ നിങ്ങളാണ് എന്നെ മോചിപ്പിച്ചത്. ഇനി ഞാൻ നിങ്ങളുടെ അടിമയാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ആഗ്രഹം സാധിച്ചു തരും. എന്ത് പറഞ്ഞാലും സാധിക്കും. ഞാൻ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞ സാധിച്ചു തരും. എന്ത് പറഞ്ഞാലും സാധിക്കും. ഇനി അഥവാ സാധിച്ചു തരാൻ പറ്റിയില്ലെങ്കിലോ? ഞാൻ ഏതെങ്കിലും പാറക്കല്ല് തലയടിച്ച് ചാവും. നയൻതാരയാക്കി തരുമോ? പാറക്കല്ല് ഇവിടെ തലയടിച്ച് ചാവാൻ? അല്ല, അല്ലെങ്കിൽ അതിനെക്കാട്ട് തന്നെ തലയടിച്ച് ചാവണതാ. എന്റെ പൊന്നു ചേച്ചി നടക്കുന്ന കാര്യമെല്ലാം കൊണ്ട് പറ. എന്നൊരു കാര്യം ചെയ്യോ, എന്നെ ആ മലയുടെ മുകളിൽ നിർത്തിയിട്ടേ എന്നെ പൊക്കി ഇങ്ങനെ കറക്കാവോ? നിങ്ങളെ പോലെ എനിക്ക് ഒരു സാധനമുണ്ട്. എന്ത്? നടു. അത് ഒടിയും. പുള്ളിക്ക് നട്ടല്ലില്ല. ഭൂതം ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? ഒറ്റയ്ക്കല്ല, എന്റെ ചേട്ടൻ മൂന്ന് താഴെയാണ് താമസിക്കുന്നത്. മരഭൂതം. മരത്തിന്റെ പേരില്ല. ഞാൻ മലഭൂതം. മലയുടെ മുകളില. അച്ഛനമ്മയൊക്കെ ഉണ്ട്. അച്ഛന്റെ പേര് വരഭൂതം. അല്ല, അമ്മ വരയ്ക്കും, അച്ഛൻ അവിടെ നിൽക്കും, പിന്നെ പുറത്തിറങ്ങൂല. ആർട്ടിസ്റ്റാണ്. എന്തെങ്കിലും ആഗ്രഹം ചോദിക്കും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ചാടിച്ചാവാൻ തീരുമാനിച്ചവരാണ്. ചാടിച്ചാവാനോ? നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ വന്നതാണോ? തക്ക സമയത്ത് ഞാൻ വന്നത്. നിങ്ങൾ ആത്മഹത്യന്റെ കാര്യം എന്താണ്? കടം കയറി. ഇതിനൊക്കെ ആത്മഹത്യയുടെ എന്തിനാ? ഈ കട ഉള്ളതൊക്കെ ഒരു അന്തസ്സല്ലേ? കട ഇല്ലാത്തതാണ് നാണക്കേട്. എനിക്കൊന്നുമില്ലേ? നാണക്കേടല്ലേ ഇതൊക്കെ? നിങ്ങൾക്ക് കടം പറയാൻ പാടില്ല, നമുക്ക് കടം പറയാൻ പാടില്ല. നിങ്ങൾക്ക് കടം വന്ന കുഴപ്പമില്ല. ഞാൻ പറയട്ടെ, ഇപ്പൊ അംബാനി കടം ഉണ്ടല്ലോ, 5000-1000 കോടിയായിരിക്കും. അപ്പൊ പുള്ളി ടാറ്റയുടെ വാങ്ങിച്ചു കൊടുക്കും. കടവായില്ലേ? ബിർളയുടെ വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ ബിർളയ്ക്ക് കടവായില്ലേ? അദാനിയുടെ വാങ്ങിച്ചു കൊടുക്കും. ഈ ഐഡിയ ഞാനിവിടെ അഡോപ്റ്റ് ചെയ്ത് എവിടെ കുടുംബത്ത്. അപ്പൊ എവളെല്ലാരും കൂടെ എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു കളഞ്ഞ് എനിക്കൊരു ബിസിനസ് നടത്തി കടമുണ്ടായി. അപ്പൊ ഞാൻ അവളുടെ അച്ഛൻ്റെ കുറച്ച് കടം പൈസ മേടിച്ചിട്ട് അയാൾക്ക് കൊടുത്തു. അപ്പൊ അച്ഛന് കടവായില്ലേ? എവിടെ അമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ മേടിച്ച് അച്ഛന് കൊടുത്ത്. അപ്പൊ അച്ഛന്റെ കടം തീർന്ന് അമ്മയ്ക്ക് കടവായില്ലേ? ആങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് അമ്മയ്ക്ക് കൊടുത്ത്. അപ്പൊ ആ കടം ആങ്ങളേക്കായില്ലേ? അതെ, അങ്ങനെ മൊത്തത്തിൽ എന്റെ കുടുംബം ഇങ്ങേരി കുളം തോണ്ടി. നിങ്ങൾ അതിലൊന്നും വിഷമിക്കണ്ട, കടമൊക്കെ സ്വാഭാവികമാണ്. ഇപ്പൊ തന്നെ നമ്മുടെ കേരള സംസ്ഥാനം കേന്ദ്രത്തിന്റെ കടം എടുക്കുന്നില്ലേ? എടുക്കുന്നുണ്ടോ? നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും. നിങ്ങൾ അറിയിക്കാതെ കടം വാങ്ങിച്ചാണ് നിങ്ങളുടെയൊക്കെ ഈ സംസ്ഥാനം ജീവിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ ലോകബാങ്കിൽ നിന്ന് കടം എടുക്കുന്നില്ലേ? നിങ്ങൾ അറിയുന്നില്ല. അറിയിക്കാതെ കടം വാങ്ങിച്ച് നിങ്ങളെ സംരക്ഷിക്കുകയാണ്. എന്നിട്ട് ഇന്ത്യ ആത്മഹത്യ ചെയ്യുന്നുണ്ടോ? ഇല്ല. അല്ല, ഞങ്ങൾക്ക് ആത്മഹത്യ ചെയ്തേ പറ്റത്തുള്ളൂ. ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം തീരുമാനിച്ചു ഞാനത്. നിങ്ങളെ മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് നേരിട്ട് പോകും. ഇപ്പൊ നിങ്ങൾ ഭാര്യ അറിയാതെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യയോട് ഏറ്റു പറയുക. ഭർത്താവ് അറിയാതെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭർത്താവോട് ഏറ്റു പറയുക. അങ്ങനെ മനസ്സ് ഫ്രീ ആക്കുക. എന്നിട്ട് ആത്മഹത്യ ചെയ്തോ? ഞാൻ നീ പൈസ പലതും വെച്ചേക്കുമല്ലോ, കാണാതെ വെച്ചേക്ക്. എലി എടുത്തോണ്ട് പോയി, കള്ളം എടുത്തോണ്ട് എന്നൊക്കെയല്ലേ ഞാൻ പറഞ്ഞത്. ഞാനാണ് എടുത്തത്. സാരമില്ല,
ഞാനല്ല, എന്റെ ഭർത്താവല്ലേ. ഭാര്യ ക്ഷമിച്ചു. ഒന്ന് അതെ. രണ്ട് നമ്മുടെ താഴത്തെ അടിവാരത്തിലെ മിനിയില്ലേ, അവിടെ ഭർത്താവ് അവളെ എടുത്തിട്ട് തല്ലിയില്ലേ ഒരു പ്രാവശ്യം, പ്രേമലേഖനം ആരോ കൊടുത്തു. ആരോ തല്ലി. വേറെ ആരും അല്ല, ഞാനാ. ആ സ്പിരിറ്റിലെടുക്കണം. നീ പറ എന്തോ പറയണം? നിന്റെ സ്വർഗത്തിൽ പോകാനുള്ള എന്റെ ഉള്ളിലുള്ള റൊറ്റടിക്ക് തന്നെ ഞാൻ സ്വർഗത്തിലെത്തിക്കും. അയ്യോ ദൈവമേ, ഇയാൾക്ക് വേണ്ടിയാണല്ലോ എന്റെ ഭൂതമേ ഞാനിവിടെ ചാവാൻ വന്നത് ആലോചിക്കുമ്പോഴോ. തനിക്ക് നാണുണ്ടോടോ? ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചു തനിക്ക് സ്നേഹിക്കാൻ അറിയോന്ന്. അപ്പൊ എന്നെ സ്നേഹിക്കാൻ തനിക്ക് വയ്യ. തനിക്ക് അവളെ സ്നേഹിക്കാനും ഭൂതമേ അവളെ സ്നേഹിക്കാനാണ് ഇയാൾക്ക് നേരം. ഇതിപ്പോ അബദ്ധം പറ്റിയിരുന്നത്. നിങ്ങൾ ചാടത്തായിട്ട് ചാവുകയും ചെയ്യും, ഭൂതം അവളെ കല്യാണം കഴിച്ച് വരെ ചെയ്യും. എരി കൊണ്ടുവന്ന ഭൂതം വന്നാ അതോ കാലിനാണോ പറഞ്ഞത്? ഞാൻ അങ്ങനെ ഉള്ള കാര്യം തുറന്നു പറഞ്ഞല്ലോ. എടോ, അപ്പൊ എന്നെ ഈ കൊക്കയിൽ തട്ടിയിട്ടിട്ട് നിങ്ങൾക്ക് അവളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കാം. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഭൂതം വന്നത് കൊണ്ടാണ് എന്റെ ജീവൻ രക്ഷപ്പെട്ടത്. ശരി, ഞാൻ ചാടുന്നില്ല, ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ല. നീ ആത്മഹത്യ ചെയ്യുന്നില്ല? എനിക്ക് ജീവിക്കണം. അത് ശരി, അവൾ ആത്മഹത്യ പിന്നെ അവൾ ആത്മഹത്യ പിന്നെ ഞാനും ആത്മഹത്യ ചെയ്യണ്ട. ഞാനും ചെയ്യുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ആത്മഹത്യ ഇല്ല. ചെയ്യുന്നു. ഉറപ്പാണ്? ഉറപ്പാ. വാക്ക് മാറ്റരുത്. ഞാൻ മാറ്റത്തില്ല. ഇനി ചാടി ചാവണം പറഞ്ഞ ഈ ഏരിയ ഒന്നാ കുളിങ്ങം പൊട്ടി അറിയുക. അങ്ങനല്ലേ? ഒരു 1500 തന്നിട്ട് പോ. ഈ ഐഡിയ പറഞ്ഞത് അല്ല, നിങ്ങളിപ്പോ ചാവുന്നില്ലല്ലോ. അല്ല, ഒരു 1000 തന്നിട്ട് പോ. അതെന്തിന് കാര്യം? ഭൂതത്തിന് കാശ് ഞാൻ ഭൂതം പറയുന്ന വിഷയമൊന്നുമല്ല. ഞാൻ പണ്ട് പോലെ ചാവുന്ന ആളാ. അപ്പൊ എന്നെ ഇതുപോലെ ഒരാൾ ഉപദേശിച്ചാണ് ഞാൻ ഈ മരണത്തിൽ നിന്ന് മാറിയത്. അതിനുശേഷം ഇവിടെ ആരൊക്കെ ചാവുന്നാലും ഈ ഐഡിയ ഇട്ട് ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അപ്പൊ എനിക്ക് ജീവിക്കാനും പറ്റും. അല്ല, നിങ്ങൾ പിന്നെ ഈ ശക്തിയൊക്കെ കാണിച്ച് ബലൂണൊക്കെ ആ താഴെ 2 ബംഗാളികൾ ഇപ്പൊ ഉണ്ട്. അവന്മാർ പറത്തി വിടുന്നത്. അവന്മാർ കഞ്ഞൂടെ കൊടുക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കിട്ടി, എനിക്ക് ജീവിക്കാനും പറ്റും. ഇങ്ങനെയാണ് ഞാനിപ്പോ ജീവിക്കുന്നത്. അത് ശരി. അപ്പൊ ഉഡായിപ്പ് കേസായിരുന്നു. ഉഡായിപ്പ് കേസല്ല, ജീവിതം കൊടുക്കുന്നു, ജീവിക്കുന്നു.